മുത്തുമണി സാർ, ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? അതായത് ഒരുപാട് ഗർഭിണികളുടെ ഒരു ഒത്തുചേരൽ. സത്യമായിട്ടും ഒരുപാട് ഗർഭിണികൾ ഒത്തുചേർന്നത് 10-70ഓളം ഗർഭിണികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഒത്തുചേരലാണിത്. ഒരു പരിചയം ഇല്ലാത്ത ഒരുപാട് ഗർഭിണികൾ, 6 മാസമായവർ, 7 മാസമായവർ, 8 മാസമായവരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ കാത്തിരിക്കുന്ന, ഫസ്റ്റ് ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്ന, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, മൂന്നാമത്തെയും 4ാമത്തെയും പ്രസവത്തിന് വെയിറ്റ് ചെയ്യുന്നവർ, മാഷാ അല്ലാഹ് എല്ലാവരുടെയും ഡെലിവറി ഹൈറായിട്ടും റാത്തായിട്ടും സന്തോഷത്തോടു കൂടി പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മളെ പാത്തുമ്മയുണ്ട് ഈ കൂട്ടത്തിൽ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർമാർ അവിടുത്തെ പേഷ്യൻസിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി നടത്തിയ ഒരു ആൻറ്റിനേറ്റൽ അവയർനെസ് പ്രോഗ്രാമാണ്. അതായത് ഈ ഫസ്റ്റ് ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊരു ആകാംക്ഷ, ഇതെന്തൊക്കെ അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഡോക്ടർമാർ വിളിച്ചു വരുത്തിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. പിന്നെ ഇവർക്ക് ഇതൊക്കെ ഡോക്ടറോട് ചോദിക്കാനും പിന്നെ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ഗർഭിണികൾക്ക് പറഞ്ഞു കൊടുക്കാനും കോട്ടക്കൽ മിംസ് ഇടയ്ക്ക് ഈ പരിപാടി നടത്താറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ ഞാനതൊരു റീലാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ പരിപാടി കഴിഞ്ഞ് ഫുഡ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയതാണ്. ബട്ട് ഫുഡ് പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. ആ ഒരു പരാതി എനിക്ക് ഇല്ലാതില്ല. കാരണം അത് മാത്രം പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. എന്തായാലും ഈ വീഡിയോയിലുള്ള ഗർഭിണികളൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം. ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എൻജോയ് ചെയ്തോ? കാരണം നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളെ ഈ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ മിംസ് നടത്തിയ ഒരു പ്രോഗ്രാം ആണല്ലോ. അപ്പം നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഫ്രീ ആയിക്കണമൊക്കെ എന്ന് അറിയാൻ നമുക്കൊരു ആഗ്രഹമുണ്ട്. വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ. എനിക്ക് ഈ പരിപാടി നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരുപാട് പേരെ കാണാനും ഇവർക്കൊരു സമാധാനമൊക്കെ കിട്ടാനും, പിന്നെ ഇവിടെ ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോം ടു ബി ഫോട്ടോഷൂട്ടും അതുപോലെ കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അത് ആസ്വദിച്ച് ചെയ്യുന്നത് കാണാനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിട്ടൊരു പണി കിട്ടി. പാല് കട്ട് പിടിക്കുന്ന കള്ളനെ പിടിക്കാനുള്ള ഒരു കളി ഉണ്ടായിരുന്നു, ഒരു ആക്ടിവിറ്റി. നമ്മളതിൽ തോറ്റെങ്കിലും അത് ഗർഭിണികളെ സന്തോഷിക്കാനാണല്ലോ എന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ക്ഷമിച്ചു. പിന്നെ ഡോക്ടർമാരുടെ ക്ലാസ്സും അവയർനെസ് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ആകെ മൊത്തം ടോട്ടലി അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രസവം കഴിഞ്ഞ് വില ഡൗട്ട് തീർക്കാനാണല്ലോ ഈ പരിപാടി. പിന്നെ നമ്മളെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ ഒരു ആടിനൊക്കെ വാങ്ങിക്കാണ്ട് കാല് കൊണ്ട് സൂപ്പും ഉടൽ കൊണ്ട് ലേഹവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കാണ്ട് ചീരുള്ളി ഉലിവൊക്കെ എടുത്തുക്കാണ്ട് ഒരു മണക്കണ സാധനം ഉണ്ടാക്കിയാണ്ട് 40 ദിവസം കാല് നീട്ടി ഇരുന്ന് കുത്തർന്ന് തിന്നുണ്ടല്ലോ ഇവര്. അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ, അതൊക്കെ നിങ്ങൾ സയൻസിൽ പറയുന്നുണ്ടോ എന്ന് ഡോക്ടർമാരോട് ചോദിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചില്ല. പിന്നെ ഭൂരിപക്ഷവും അവരാണല്ലോ, പിന്നെ ഞാൻ അവരെ സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ.